വേറെ അവിടെ മുസ്ലിങ്ങൾ തമ്മിൽ അടിയും സംഘർഷമൊക്കെ ഉണ്ട്. ഞാൻ അതൊന്നുമല്ല. മതം മുസ്ലിം ആയതുകൊണ്ട് അഫ്ഗാനിസ്ഥാനിലോ പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ അവർ പീഡിപ്പിക്കപ്പെടുന്നില്ല, അവർ ആട്ടിയോടിക്കപ്പെടുന്നില്ല. നോക്കൂ നിങ്ങൾ, അഭയാർത്ഥികളായിട്ട് വരുന്നവര് എന്തിന്റെ പേരില? മതത്തിന്റെ പേരിലാണ്. പാകിസ്ഥാനിൽ എത്ര ശതമാനം ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു ഇന്ത്യ വിഭജന കാലത്ത്? അന്വേഷിച്ച് നോക്കൂ നിങ്ങൾ. അപ്പൊ നിങ്ങൾ വസ്തുത എന്തിനാണ് വളച്ചൊടിക്കുന്നത്? ഇത് CPM-ന്റെയും കോൺഗ്രസിന്റെയും കള്ളപ്രചരണമാണ്. മതത്തിന്റെ പേരിൽ പെർസിക്യൂഷന് വിധേയമാവുന്ന ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആൾക്കാരെയാണ്. അതിൽ ക്രിസ്ത്യാനികളുണ്ട്, ജൈനന്മാരുണ്ട്, ബുദ്ധന്മാരുണ്ട്, ഹിന്ദുക്കളുണ്ട്. നിങ്ങൾ ഒരാളെ കാര്യം മാത്രം പറയില്ല. പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ അഫ്ഗാനിസ്ഥാനിലോ മുസ്ലിങ്ങൾ അവർ മതത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്നില്ല. അത് തന്നെയാണ് സത്യം. സിഎയുടെ പേരിൽ കേരളത്തിൽ BJP എന്തെങ്കിലും നേട്ടമുണ്ടോ? അല്ല, ഇത് രാഷ്ട്രീയ നേട്ടത്തിനല്ല, ഞങ്ങളെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളാണ്. രാഷ്ട്രീയ നേട്ടം ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ളത് അവർ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ് പരിശ്രമിക്കുന്നത്. ഞങ്ങൾ ഇതൊന്നും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടല്ല. ഞങ്ങളുടെ പോയിന്റ് വളരെ ക്ലിയറാണ്. ഈ കാര്യത്തിലുള്ള നിലപാട് വളരെ വ്യക്തമാണ്. കോൺഗ്രസും CPM, ഞാൻ ഇപ്പൊ ഇവിടെ സുധാകരൻ പറയാണ്, ഞങ്ങളെ IND വന്നാൽ അറബിക്കടലിലെറിയും. അത് രാഹുൽ ഗാന്ധി പറഞ്ഞോ? മധ്യപ്രദേശ് PCC അധ്യക്ഷൻ പറഞ്ഞോ? ബംഗാൾ PCC അധ്യക്ഷൻ പറഞ്ഞോ? UPCC അധ്യക്ഷൻ പറഞ്ഞോ? എന്താ KPCC അധ്യക്ഷൻ മാത്രം പറയുന്നത്? അതൊന്ന് അന്വേഷിക്കുക നിങ്ങൾ. കോൺഗ്രസിന്റെ ഏത് നേതാവാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? IND വന്നാൽ അറബിക്കടലിലെറിയും എന്ന് പറഞ്ഞ ഏത് നേതാവുണ്ട്? ഒന്നുമില്ല. ഇരട്ടത്താപ്പിന്റെ അപ്പോസ്തലനാണ് സുധാകരനും കമ്പനിയും. ഇലക്ട്രൽ ബോണ്ട് വിഷയം BJPക്ക് തിരിച്ചടിയാവുമെന്ന് ഭയപ്പെടുന്നു. അതൊക്കെ സുപ്രീം കോടതി ചോദിച്ച കാര്യങ്ങളിൽ സുപ്രീം കോടതി അതൊക്കെ SBI മറുപടി പറയും. BJPക്ക് എന്താണ് തിരിച്ചടി? അല്ല, തെരഞ്ഞെടുപ്പ്